ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്റെ ആകെ ടെൻഷൻ അടിച്ച് രാജീവിന്റെ അടുത്തേക്ക് ഓടി വരും. രാജീവേട്ടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. രോഹിത്തെ നീ ഒന്ന് പോയി നോക്കടാ, കൃഷ്ണമോളും കൂടെ പോയല്ലോ എന്ന് പറഞ്ഞു കണ്ടിട്ട് ഇങ്ങനെ വിഷമിക്കാണ് കേട്ടോ. അപ്പോൾ രോഹിത്താണെന്നുണ്ടെങ്കിൽ ഗേറ്റിന്റെ അവിടേക്ക് ഓടുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട്, പക്ഷെ ആരെയും കാണുന്നില്ല. അങ്ങനെ രോഹിത്ത് തിരിച്ചു വരികയാണ്. അമ്മേ, അവിടെ ഒന്നുമില്ല, അവർ പോയി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് ആകെ ടെൻഷനാവും. രാജീവേട്ടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ ടെൻഷൻ അടിക്കല്ലേ. അപ്പോൾ കൃഷ്ണമോൾ അവളെ അച്ഛൻ്റെ കൂടെ അല്ലേ പോയിരിക്കുന്നത്, അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട. ഒന്നോർത്താ അവൾ കൂടെ പോയത് നന്നായി, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയണേ. ഡാ രോഹിത്തെ, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് ഹരിനെയും കൂട്ടി പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വായോ. അവളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, അവർ തമ്മിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നീ ഒന്ന് നോക്കിയിട്ട് വരാൻ പറയൂട്ടോ. അങ്ങനെ രോഹിത്തും വേഗം തന്നെ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഇനി അവന് ബാലേന്ദ്രൻ എന്തായാലും വൈലിനെ തിരിച്ചു കൊണ്ടുവരാനൊന്നും പോകുന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗേറ്റിൻ്റെ പടി നീ അവളെ കയറ്റരുതെന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയും, ഒരു നാട്ടുകാരും പറയില്ല ഭാര്യനെ ഇറക്കി വിട്ടിട്ട് വേലക്കാരിനെ കൂടെ നിർത്താനായിട്ട്. കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ടെന്ന് പറയും. അതാണ് വേണ്ടത് എന്ന് രാജീവ് പറയും. രോഹിത്തും ഹരിയും കൂടെ വന്നിട്ട് കൊച്ചച്ച ഞങ്ങൾ പോയിട്ട് വരാട്ടാന്ന് പറയട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും പോവുകയാണ്. ബാലേന്ദ്രൻ എഴുന്ന വണ്ടി സ്പീഡിൽ ഓടിക്കുന്ന കണ്ടിട്ട് കൃഷ്ണൻ പറയും, അച്ഛാ ഒന്ന് പതുക്കനെ ഓടിക്കുക അച്ഛാ നിർത്ത അച്ഛാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് ഇറങ്ങണോ? എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടല്ല, അച്ഛന് വയ്യ. നീ എന്നോടൊരു വാക്ക് പറഞ്ഞോടി എന്ന് ചോദിക്കാൻ കേട്ടോ. അവളെ ഇത്രയധികം ദ്രോഹിച്ച് അവളെ വഴിയിൽ ഇറക്കി വിട്ടപ്പോൾ നീ എന്നെ അറിയിച്ചോ? നീ കൂട്ടുനിന്നല്ലേ അതിനെന്ന് ചോദിക്കട്ടോ. അച്ഛാ, ഞാനൊന്നും ചെയ്തില്ല അച്ഛാ എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത്ര വലിയൊരു അനീതി കൺമുന്നിൽ നടക്കുമ്പോൾ ഒന്നും മിണ്ടാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത്, അതിന് കൂട്ടു നിൽക്കുന്നതാടി, അതും തെറ്റ് തന്നെയാണ്. അത് നീ മനസ്സിലാക്കണം. ഒരു വാക്ക് നിനക്ക് എന്നോട് വന്ന് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ സങ്കടത്തോട് കൂടിയിട്ട് തല കുമ്പിട്ടുന്നത് കണ്ണൊക്കെ നിറയാണ് കേട്ടോ കൃഷ്ണമോളുടെ. അപ്പോൾ പറയുന്നുണ്ട്, ചെയ്തത് വലിയ അനീതിയാണ് അവളോട്, അത് നീ കണ്ടു നിന്നു, നീ കൂട്ടുനിന്ന്, എല്ലാവരും അതിന് കൂട്ടുനിന്ന്, ഇത് ബാലേന്ദ്രൻ ഒരിക്കലും ക്ഷമിക്കൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ കേട്ടോ. വണ്ടി നിർത്തിയിട്ട് നിനക്ക് ഇറങ്ങണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് കൃഷ്ണമോള് പറയും. അങ്ങനെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തുമ്പോഴാണ് അലീന നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അങ്ങനെ വേഗം തന്നെ ബാലേന്ദ്രൻ വണ്ടി നിർത്തി അലീനോട് പറയും, വന്ന് കാറിൽ കയറി എന്ന് പറയും. വേണ്ട സാർ, വേണ്ട, ഞാനില്ല സാർ എന്ന് പറയും കേട്ടോ. അലീന, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, വണ്ടി കയറി, ഞാൻ നിന്നെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കയറ്റും, പിന്നെ അത് റോട്ടിൽ വെച്ചൊരു സീനാവും, വന്ന് മര്യാദയ്ക്ക് വണ്ടി കയറുന്നു പറഞ്ഞിട്ട് ആ ബാഗൊക്കെ എടുത്ത് കണ്ടിട്ട് കാറിൽ കൊണ്ടുപോയിക്കാൻ കേട്ടോ. അയ്യോ സാർ, വേണ്ട സാർ, ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല സാർ എന്ന് പറയാൻ കേട്ടോ. നീ വണ്ടി കയറ് എന്ന് പറയും. അപ്പോൾ അലീന പറഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ രക്ഷയില്ല എന്ന് കാണുമ്പോൾ അലീന തന്നെ വണ്ടി കയറുകയാണ്. കൃഷ്ണമോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ടെൻഷൻ അടിച്ച് വൈജയന്തി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാജീവൻ പറഞ്ഞു, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എന്ന് പറയുകയാണേ. ഇനിയിപ്പോൾ എന്തായാലും അലീന എന്തായാലും പോയിട്ടുണ്ടാവും എന്ന് പറയട്ടോ. ഇനി കൃഷ്ണമോളെ സ്കൂൾ കളയാൻ പറ്റുമോ? അവരും കൂടെ തിരിച്ചു വരും, നീ വിഷമിക്കല്ലേ. അപ്പോഴേക്ക് രോഹിത്തും ഹരിയും കൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഇല്ല കൊച്ചച്ച, ഒരിക്കലും കണ്ടില്ല, അവളെയും കണ്ടില്ല, അങ്കിളിനെയും കണ്ടില്ല, അവളിപ്പോൾ സ്ഥലം വിട്ടിട്ടുണ്ടാവും. ബാലേന്ദ്രൻ കുറേ കഴിയുമ്പോൾ തിരിച്ചു വരികയും ചെയ്യുന്നു രാജീവൻ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മളെ ബാലേന്ദ്രൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അച്ഛാ ഇത് ഏതി കൂടെയാണ് പോകുന്നത്, കാട്ടിൽ കൂടെയൊക്കെയാണല്ലോ പോകുന്നത് എന്നൊക്കെ കൃഷ്ണമോൾ ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ അതിന് മറുപടി ഒന്നും ബാലേന്ദ്രൻ പറയുന്നില്ല. അതിനുശേഷം പിന്നെ ബബിത മുത്തശ്ശിക്ക് ഫുഡ് കൊണ്ടുവരാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ് കേട്ടോ, എടി എത്ര നേരമായി, മണി 2 കഴിഞ്ഞല്ലോ, ഈ സമയത്താണോ ഭക്ഷണം കൊണ്ടുവരുന്നത്? ഇവിടെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല, അതെന്താ ഇവിടെ ആരും ഭക്ഷണം കഴിക്കാഞ്ഞത്? അലീന എവിടെ? അവളെ വിളിക്കുന്നു പറയട്ടോ. അലീനയൊക്കെ പോയോ? എവിടേക്ക്? അവളെ പറഞ്ഞു വിട്ടില്ല. പറഞ്ഞു വിടാനായിട്ട് ബാലേന്ദ്രൻ വാതിലടച്ചിട്ടുകൊണ്ട് പറഞ്ഞു വിടാൻ പറ്റിയില്ലല്ലോ. അവൾ പോകുന്നില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് കേട്ടോ. വാതിലൊക്കെ തുറന്നില്ല, അപ്പോഴും അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ എന്ന് പറയട്ടോ. അതിനുശേഷം ഇവിടെ കുറേ സംഭവങ്ങളുണ്ടായി. സംഭവങ്ങളോ? രാജീവങ്കളും അതുപോലെ ഹരിയേട്ടനും കൂടെ വന്ന് അവളെ പിടിച്ച് വലിച്ച് മുറ്റത്തുനിന്ന് ഗേറ്റ് വരെയും കൊണ്ടുപോയി റോട്ടിലേക്ക് തള്ളി. എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ ആകെ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ. എന്താണ് നീ പറയുന്നത്? വലിച്ച് കുറച്ച് തള്ളി പുറത്തേക്ക് ഇട്ട് അവളെ ബാഗും കിടക്കയൊക്കെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അവളിപ്പോൾ എത്തേണ്ടോടത്ത് എത്തിയിട്ടുണ്ടാവും എന്ന് പറയാം കേട്ടോ. എടി, ദ്രോഹമാണല്ലോ നിങ്ങൾ ചെയ്തത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇതൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞോ എന്ന് ചോദിക്കണ്ട. അച്ഛനും പോയിട്ടുണ്ടാവളെ പിന്നിൽ കൂടെ, പിന്നെ ചാടിപ്പടഞ്ഞ് കൃഷ്ണയും കൂടെ പോയിട്ടുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടേ, ഇതൊക്കെ ചെയ്യുന്നത് ദ്രോഹമാണ്, ഇതൊന്നും ബാലേന്ദ്രൻ ക്ഷമിക്കൂല എന്ന് പറയാം കേട്ടോ. ഈ ബാലേന്ദ്രൻ പോയിട്ട് അവളെ തിരിച്ചു കൊണ്ടുവന്നാലോ?
തിരിച്ചു കൊണ്ടുവന്നാലേ കുറ്റിച്ചൂലിനടിക്കും അമ്മ. എടി അവളല്ലേ അടിക്കാൻ പറ്റുള്ളൂ, നിന്റെ അച്ഛനടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അച്ഛനെ നോക്കാൻ രാജീവങ്ങളും അതുപോലെ ഹരിയേട്ടനും രോഹിതേട്ടനും ഉണ്ട്. അവർ രണ്ടുപേർ പുറത്ത് നിൽക്കുകയാണ്. മുത്തശ്ശി വേണമെങ്കിൽ ഫുഡ് കഴിക്കി എന്ന് പറയട്ടോ. അതെ, ഇതൊന്നും നല്ലതിനല്ല കേട്ടാ. മുത്തശ്ശി കരുന്നാകൊണ്ടൊന്നും പറയല്ലേ എന്ന് പറയും കേട്ടോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങനെ കെടുക്കാൻ കേട്ടോ. പിന്നെ കാണിക്കുന്ന രാജീവും ഹരിയും കൂടെ വീട്ടിലെത്തുമ്പോൾ കമല ആകാംക്ഷയോടുകൂടി കാത്തുക്കാണ്. എന്തായി കാര്യങ്ങൾ പറഞ്ഞതുപോലൊക്കെ നടന്നോ? പിന്നല്ലാതെ പറഞ്ഞതുപോലെ നടത്തിയിട്ടാണ് വരുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ആണോ സത്യമാണോ എന്ന് ചോദിക്കട്ടെ, അവൾ പോയാന്ന് പറയട്ടോ. അപ്പം രാജീവൻ പറഞ്ഞിട്ട് പിന്നല്ലാണ്ട് എടുത്തി അവളെ പറഞ്ഞയക്കാനാണ് ഞാൻ വന്നതെങ്കിൽ അവളെ പറഞ്ഞയച്ചിരിക്കും. എന്നിട്ട് ഹരി പറയാൻ കേട്ടോ, അമ്മേ അവളെ പിടിച്ച് വലിച്ച് ഗേറ്റിന് പുറത്തേക്ക് തള്ളിയിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറയാൻ കേട്ടോ. ആണോ സത്യമായിട്ടും അങ്ങനെയാണോ എന്ന് ചോദിക്കട്ടെ. അല്ലാതെ പിന്നെ നോണയാണോ പറയുന്നത്? ആണോ, അവളെ 2 അടിയും കൂടെ കൊടുക്കായിരുന്നില്ലേ? അതൊക്കെ വലിയ പ്രശ്നമാവും എടുത്തി. റോട്ടിലല്ലേ ആൾക്കാരൊക്കെ വല്ല ഫോണിലൊക്കെ മൊബൈലും വീഡിയോ പകർത്തിയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാൽ പിന്നെ നമ്മൾ അതിന് പുറകെ നടക്കണം. എന്തായാലും വൈജ രക്ഷപ്പെട്ടു എന്ന് പറയട്ടോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് എടുത്തി എന്ന് പറഞ്ഞിട്ട്. എന്താ? ബാലേന്ദ്രൻ പോയിട്ടുണ്ട് പുറകെ കൂടെ എന്ന് പറയട്ടോ. ബാലേന്ദ്രനോ? അപ്പോൾ ബാലേന്ദ്രൻ അറിയാതെയാണോ നിങ്ങളിതൊക്കെ ചെയ്തത്? ബാലേന്ദ്രനെ അറിയിച്ചില്ല, അസുഖമുള്ള മനുഷ്യനല്ലേ. അയ്യോ, എന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കൃഷ്ണയും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൃഷ്ണനെ വഴിയിലെങ്ങനെ ഇറക്കി വിടോ? അങ്ങനെ ഒന്നും ചെയ്യൂല. ഇനി അലീനയും കൂടി തിരിച്ചു വന്നാലോ ബാലേന്ദ്രൻ? വന്നാലാ വൈജയന്തി കയറ്റൂല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ടാവും എടുത്തി. ബാലേന്ദ്രൻ കുറേ ദൂരം അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം അവളെ കാണാതാവുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരും. കൃഷ്ണമോൾക്ക് സ്കൂളിലൊക്കെ പോകണ്ടേ? എന്തായാലും കൃഷ്ണമോൾ അവരെ കൂടെ ഉള്ളത് നമുക്ക് ഭാഗ്യമായി. എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് എന്താണെന്നൊക്കെ അറിയാലോ എന്ന് പറയും. എന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം എടുത്തേക്കാം, നിങ്ങൾ കൈ കഴുകി വന്നൊക്കെ കമല പറയുന്നുണ്ടേ. അതിനുശേഷം പിന്നീട് ഒരു റിസോർട്ടിലേക്ക് എത്താണ് കേട്ടോ. ഇത് എവിടെയാണെന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. ഡോർ തുറന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, വാ ഇറങ്ങി വാ എന്ന് പറയുകയാണേ. അലീന അതുപോലെ തന്നെ കൃഷ്ണമോളൊക്കെ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, ഇതൊരു റിസോർട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരകത്തേക്ക് കയറാണ് കേട്ടോ. അങ്ങനെ റിസപ്ഷനിൽ ചെന്നിട്ട് പറയുകയാണ് ഒരു റൂം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറയുകയാണേ. അപ്പോൾ കൃഷ്ണജ ഡോട്ടർ ഓഫ് കെ ബാലചന്ദ്രൻ എഴുതി. അതിനുശേഷം അലീന ഡോട്ടർ ഓഫ് കെ ബാലചന്ദ്രൻ എഴുതുമ്പോൾ കൃഷ്ണമോൾ ഞെട്ടാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കും, ആണോ എന്ന് ചോദിക്കട്ടോ. പിന്നെ അല്ലാതെ എന്താ സംശയം? അപ്പോൾ കൃഷ്ണമോൾ അലീനെ ഒന്ന് നോക്കിയിട്ട് പിന്നെയും ബാലേന്ദ്രൻ നോക്കാണ് കേട്ടോ. തൻ്റെ ചേച്ചി തന്നെയാണ് എന്നുള്ളൊരു സത്യം അവിടെ മനസ്സിലാക്കുകയാണ് കൃഷ്ണമോൾ. അങ്ങനെ അകത്ത് കയറി റൂമിൽ ചെന്നതിന് ശേഷം അലീനയോട് പറയണം, അലീന ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വിളിക്കുകയാണ്. രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ മറക്കാൻ പറഞ്ഞാൽ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാമെന്നും എനിക്കറിയാം. എന്നാലും ആ ഓർമ്മകളൊക്കെ ചുരുട്ടിക്കൂട്ടി നെഞ്ചിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കണം. എൻ്റെ കുടുംബവും എൻ്റെ ജീവിതം ഇങ്ങനെ ആയതിൽ നിനക്കും കൂടെ ഒരു പങ്കുണ്ട് എന്ന് പറയുന്ന കാണിച്ചുകൊണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.